12,000 ബിസ്മിയുടെ അമൽ. ഇത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട, 10,000 അമൽ ചെയ്ത, ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച അതിവിശിഷ്ടമായ 12,000 ബിസ്മിയുടെ അമൽ ഒരു തവണയെങ്കിലും അതേക്കുറിച്ച് കേൾക്കാത്തവരോ ആ അമൽ ചെയ്യാത്തവരോ ആയിട്ടുള്ളവരായിട്ട് ആരും ഈ മജ്ലിസ് കാണുന്നവരിൽ ഉണ്ടാകില്ല. 12,000 ബിസ്മിയുടെ അമൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. 12,000 ബിസ്മിയുടെ അമൽ ഒരു തവണ ചെയ്ത് വീണ്ടും അത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് വീണ്ടും അത് ചെയ്ത് ഓരോ ചെയ്യലിലും അതിൻ്റെ പ്രത്യേകമായ ആവശ്യങ്ങൾ നേടിയെടുത്ത എത്രയോ ആളുകളുണ്ട്. ഈ ചാനൽ കാണുമ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ കാണാം. ഞാനിത് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടിയത്, ഞാനിത് ചെയ്തിട്ടാണ് എനിക്ക് ജോലി ലഭിച്ചത്, എൻ്റെ പ്രയാസങ്ങൾ തീർന്നത്, എൻ്റെ കടങ്ങൾ വീടാനുള്ള വഴി കാണിച്ച് കിട്ടിയത് ഈ അമൽ ചെയ്തതിൻ്റെ ശേഷമാണെന്ന് പറയുന്ന എത്രയോ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ്, ഉസ്താദേ 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ സമയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 12,000 ബിസ്മിയുടെ അമൽ അത് കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ആത്മാർത്ഥമായി മനസ്സിലാക്കി ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ ഖലാവും കൂടെ വന്നപ്പോൾ അതിൻ്റെ അമലിൻ്റെ റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകളുണ്ട്. നൂറുകണക്കിന് മെസ്സേജുകളാണ് 12,000 ബിസ്മിയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ അനുഭവങ്ങൾ 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ടതുണ്ട്. മക്കളുണ്ടായ അനുഭവമുണ്ട്, വിവാഹം ശരിയായ അനുഭവമുണ്ട്, ഒരിക്കലും വിദേശത്തേക്ക് പോകില്ലെന്ന് കരുതിയവർ വിദേശത്തേക്ക് പോയ അനുഭവമുണ്ട്. അങ്ങനെ അത്ഭുതങ്ങൾ ഒരുപാട് പറയാനുണ്ട് 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ടത്. ഈ ഒരു അമൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ സ്വന്തം എൻ്റെ വകയായിട്ട് പറഞ്ഞതോ ഒന്നല്ല. ഈ കിതാബുകളിൽ മഹാന്മാർ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ വളരെ കൃത്യമായി ചെയ്ത് ഫലം ലഭിച്ച മുജറബായ അമലാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് മുജറബ്? മുജറബ് എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷിച്ച് ഫലം അറിഞ്ഞ, ഫലം കിട്ടിയ എത്രയോ അനുഭവങ്ങളുള്ളത് എന്നാണ് മുജറബ് എന്ന പദത്തിൻ്റെ അർത്ഥം. തജ്രിബത്തുള്ളതാണ് ഈ അമൽ. ഇൻഷാ അല്ലാഹ് ഞാനത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണെന്ന് വിശദീകരിക്കും. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കും. ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണോ, അത് ഏതെല്ലാം സമയങ്ങളിൽ നമുക്ക് ചെയ്യാം, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 12,000 ബിസ്മിയെക്കുറിച്ച് ഒരു തവണയെങ്കിലും കേട്ടവർ, അതറിഞ്ഞവരൊക്കെ താഴെ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ചെയ്യട്ടെ ഈ അമൽ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകം പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മിയെക്കുറിച്ച് നമുക്കറിയാം, ബിസ്മിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. ബിസ്മിയെക്കുറിച്ച് നമ്മൾ പലതവണയും പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത്ഭുതത്തിൻ്റെ വാക്യമാണ്. അതിലൊരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. രഹസ്യങ്ങളുടെ കലവറയാണത്. വിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം ബിസ്മിയിലുണ്ട്. ബിസ്മിയിലെ ബായിൽ ബിസ്മിയിലുള്ളതെല്ലാം ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത്ഭുതമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മരങ്ങളെല്ലാം മുറിച്ച് കലമാക്കുകയും കടലുകൾ മഷിയാക്കുകയും ചെയ്തു. എന്നിട്ടും മനുഷ്യരും മലക്കുകളും ജിന്നുകളും ഒത്തുചേർന്ന് ബിസ്മിയുടെ വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് 20 ലക്ഷം കൊല്ലം അവർ ഇരുന്നെഴുതി ബിസ്മിയുടെ വ്യാഖ്യാനം. അങ്ങനെ 20 ലക്ഷം കൊല്ലം അവർ ഇരുന്നെഴുതി ബിസ്മിയുടെ വ്യാഖ്യാനം. എന്നാലും അവർക്ക് എഴുതി തീർക്കാൻ കഴിയുന്നത് വളരെ ചെറിയ ഒരംശം മാത്രമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അത്രയേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ മഹത്വം. ബിസ്മിയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല. ബിസ്മി കൊണ്ട് നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹത്തുക്കളുടെ ജീവിതത്തിലേക്ക് നാം ചെന്ന് നോക്കുമ്പോൾ അവരോരോ കാര്യങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് സകല അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ഒരൊറ്റ പദം കൊണ്ട് നേടിയെടുത്ത എത്രയോ അത്ഭുതങ്ങളുണ്ട് പ്രിയമുള്ളവരെ.
അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നാം ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മിയുടെ അമൽ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കും. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ബിസ്മിയുടെ ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ ദുആ കൃത്യമായി പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മിയുടെ ദുആ ഇതുവരെ ചൊല്ലിയവരുണ്ടോ? ആ ദുആഇനും വലിയ ശ്രേഷ്ഠതയുണ്ട്. മഹാന്മാർ പറയുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആദ്യം ഇറക്കിക്കൊടുത്തത് ബിസ്മിയാണ്. ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള 12,000 തവണ ചൊല്ലേണ്ട അമല് എങ്ങനെയാണത് ചൊല്ലേണ്ടത്, എവിടെ നിന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഏത് ദിവസമാണ് തുടങ്ങേണ്ടത്, അത് എപ്പോഴൊക്കെ ചെയ്യുക, ആർക്കൊക്കെ ചെയ്യുക, ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണം, എല്ലാ സംശയങ്ങളും നമ്മൾ നിവാരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബിസ്മിയെക്കുറിച്ച് മനസ്സിലാക്കുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആദ്യം ഇറക്കി കൊടുത്തത് ബിസ്മിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത്. പിന്നീട് ആ ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് പിന്നെ ആ ബിസ്മി ഇറങ്ങുന്നത്. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രളയമുണ്ടായ സമയത്ത് കപ്പൽ സ്റ്റാർട്ട് ചെയ്തത് ആ ബിസ്മി ചൊല്ലിയിട്ടും, കപ്പൽ നിർത്തിയത് സ്റ്റോപ്പ് ചെയ്തത് ബിസ്മി ചൊല്ലിയിട്ടുമായിരുന്നു. പിന്നീട് ആ കപ്പലിൽ നിരന്തരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ജൂദി പർവ്വതത്തിൽ അണഞ്ഞു ആ കപ്പൽ. പിന്നീട് ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് അവതരിച്ചത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് എന്ന ധിക്കാരി തെറ്റുവില്ലിൽ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. അങ്ങനെ എയ്തു വിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ബിസ്മി ചൊല്ലി അഗ്നികുണ്ടാരം കെട്ടടങ്ങി ചന്ദനച്ചാറ് പോലെ കുളിരായി മാറി. തുടർന്ന് ആ ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് അത് അവതരിച്ചത് മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഫിർഔനും പടയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും ആക്രമിക്കാൻ വന്നപ്പോൾ, അക്രമം ചെയ്തപ്പോൾ, ഒരുപാട് വേദനിപ്പിച്ചപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ ചെങ്കടൽ കടന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെടുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി വന്ന ഫിർഔൻ ആ കടൽ ഫിർഔനിനെ വിഴുങ്ങി. ആ കടലിൽ അകപ്പെട്ടുപോയി ഫിർഔനും സംഘവും. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രക്ഷ ലഭിച്ചത് ഈ ബിസ്മിയുടെ കാരണമായിട്ടാണ്. പിന്നെ ആ ബിസ്മി വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് അവതരിക്കുന്നത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റും കീഴടക്കിക്കൊടുത്തു. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാത്തതായിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞു. ബിസ്മി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ ബിസ്മി കൊണ്ട് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും വലിയ മഹത്വങ്ങൾ ലഭിച്ചു. പിന്നീട് ആ ബിസ്മി ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് മഹാനരായ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജന്മനാ കുരുടരും കുഷ്ഠരോഗിയുമായിരുന്നവർക്ക്, മാറാവ്യാധികളുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഷിഫയാക്കി കൊടുത്തത് ബിസ്മി ചൊല്ലിയിട്ടായിരുന്നു. ബിസ്മി ചൊല്ലിയാൽ മയ്യത്തുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. പിന്നെയും ആ ബിസ്മിയെ ഉയർത്തപ്പെട്ടു. ഒടുവിൽ അത് അവതരിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. അള്ളാഹു വലിയ മഹത്വം നൽകി ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി. അതുകൊണ്ട് ബിസ്മി ചൊല്ലിയാൽ ഏതു സത്യവിശ്വാസിയും എന്തുദ്ദേശത്തോടു കൂടെയാണോ ബിസ്മി ചൊല്ലുന്നത്, ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവന് വലിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ ഈ അംബിയാഇൻ്റെ ചരിത്രത്തിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചതുപോലെ വലിയ വലിയ അത്ഭുതങ്ങൾ
ഇത് ചൊല്ലുന്നവരുടെ ജീവിതത്തിലും സംഭവിക്കാൻ കാരണമാകും. ബിസ്മി കൊണ്ട് എത്ര അമലുകളുണ്ടെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഷ്റഫുൽ ഖൽഖ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ബിസ്മിയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ ബറക്കത്തുണ്ടാകില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇങ്ങനെ എല്ലാത്തിലും ബിസ്മി ചൊല്ലാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചത് ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ടാണ്. അങ്ങനെ ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 21 തവണ ചൊല്ലിയാൽ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല, പെട്ടെന്നുള്ള മരണം ഉണ്ടാകുകയില്ല. എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ആ രാത്രിയിൽ അവന് സുരക്ഷിതത്വം ലഭിക്കും. ഒരക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 50 തവണ ഉരുവിട്ടാൽ അയാൾ നിന്ദ്യനാകും. ഏതു തരത്തിലുള്ള വേദനക്കും ബിസ്മി 100 തവണ ചൊല്ലിയിട്ട് 3 നാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ വേദന സുഖപ്പെടും എന്നുള്ളത് അനുഭവമുള്ളതാണ്. ആത്മാർത്ഥമായി ചെയ്യണം, ചൊല്ലണം എന്നേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകളുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിസ്മിയുടെ ഒരുപാട് അമലുകളല്ല, 12,000 ബിസ്മിയുടെ അമലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ വിശദീകരിക്കുകയാണ്. ബിസ്മി കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ബിസ്മിയുടെ ആദത് അത് 786 ആണെന്ന് നമുക്കറിയാം. ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് താൻ ആഗ്രഹിക്കുന്നയാൾക്ക് അത് അനുവദിക്കപ്പെടുന്ന രൂപത്തിലായിരിക്കണം. കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അത് കുടിച്ച വ്യക്തി അപരനെ കഠിനമായി സ്നേഹിക്കും, അവർക്കിടയിൽ സ്നേഹമുണ്ടാകും, വേർപ്പെടുത്താനാവാത്ത മഹബത്തായിരിക്കും അവർക്കിടയിൽ ഉണ്ടാകുക. പരസ്പരം ഭിന്നിപ്പിലിരിക്കുന്നവർക്ക്, പരസ്പരം ഐക്യത്തിലല്ലാത്തവർക്ക്, അവർക്കൊക്കെ നമുക്ക് ഈ ഒരു അമൽ ചെയ്തു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, 786 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് വെള്ളത്തിൽ മന്ത്രിക്കുക, എന്നിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അവരിൽ നിന്ന് ആരിൽ നിന്നാണോ സ്നേഹം ലഭിക്കേണ്ടത് അത് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ തന്നെ ആ വെള്ളം ഒരു ബുദ്ധിശക്തി കുറഞ്ഞ ആൾക്കാണ് കുടിക്കാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ കാരണം, ഒരു മന്ദബുദ്ധിയായ ആൾക്കാണ് കുടിക്കാൻ കൊടുക്കുന്നത്, അത് സൂര്യാസ്തമയത്താണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു 7 നാൾ ഇങ്ങനെ മന്ത്രിച്ച് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു മെൻ്റലി അവന് വീക്കായിട്ടുള്ള ആ വിഷയം മാറിക്കിട്ടാൻ അത് കാരണമാകുന്നതാണ്. അങ്ങനെ ഈ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് 786 തവണ മന്ത്രിച്ച് അത് കുടിക്കുന്ന കുട്ടി പിന്നെ കേട്ടതൊന്നും മറക്കുകയില്ല എന്ന് അനുഭവത്തിൽ നിന്ന് പറയുന്നു. കണ്ടതൊന്നും കണ്ണിൽ നിന്നും മാഞ്ഞു പോകില്ല എന്ന് അനുഭവസ്ഥർ പറയുന്നു. ചെയ്തിട്ടതിന് ഫലം കിട്ടിയത് അതിൻ്റെ അനുഭവസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ബിസ്മിയുടെ അമലുകൾ നാം പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ഏതെങ്കിലും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന, ഗവൺമെൻറ് പൊസിഷനിലിരിക്കുന്ന, നമ്മുടെ ഉന്നതമായ സ്ഥാനത്ത് ജോലി സ്ഥലങ്ങളിലിരിക്കുന്നവരുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക. അങ്ങനെ നോമ്പെടുത്തിട്ട് നോമ്പ് തുറക്കുന്നത് അത് കാരക്ക കൊണ്ടൊക്കെ ആയിട്ട് സുന്നത്തുകളൊക്കെ പൂർണ്ണമായും പാലിച്ച് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 121 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലണം. അതിനുശേഷം ഇശാക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നത് വരെ, ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടുന്നത് വരെ അവൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അങ്ങനെ എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ച ശേഷം നമ്മൾ നേരത്തെ ചൊല്ലിയതുപോലെ തന്നെ 121 തവണ ബിസ്മി ചൊല്ലണം. എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ ആ വിഷയത്തിൽ വലിയ റാഹത്ത് കിട്ടും. നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് അതല്ലേ. എന്തെങ്കിലും ഒരു വിഷയം ഒരാളിൽ നിന്ന് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അത്തരം സമയത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളെല്ലാം മരണപ്പെട്ടു പോകുന്ന ഒരു സഹോദരിക്ക് 61 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതി കെട്ടുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്ന് വളരെ സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും. ഇത് പരീക്ഷണത്തിൽ ശരിയാണ്, അനുഭവമുള്ളതാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 101 തവണ പ്രത്യേകമായിട്ടൊരു കടലാസിൽ എഴുതിയിട്ട് അത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബറക്കത്തുണ്ടാകും എന്നുള്ളത് മഹാന്മാർ പറയുന്നുണ്ട്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ അത് കാരണമാകും. അങ്ങനെ തുടങ്ങി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിൻ്റെ അമൽ ചെയ്യുമ്പോൾ
വളരെയധികം ഫലം ലഭിക്കാൻ കാരണമാകും. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ ഒരു വർഷത്തിലെ ഏറ്റവും അനുയോജ്യമായ സമയം, ഏറ്റവും അനുയോജ്യമായ പകൽ അതേതാണെന്നറിയോ? അത് അറഫയുടെ ദിവസമാണ്. കൃത്യമായി ശ്രദ്ധിക്കണം. 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? അത് അറഫയുടെ പകലാണ്. അത് അറഫയുടെ നോമ്പുകാരായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മി ആ പകലിൽ പൂർണ്ണമായും നല്ലൊരു ഉദ്ദേശം വെച്ച് ചൊല്ലിക്കോ, തീർച്ചയായും അതിൻ്റെ റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആത്മാർത്ഥമായിട്ടാണോ ചൊല്ലുന്നത്? ഒരു സംശയവും വേണ്ട, നിസ്സംശയം അത് ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? അത് അറഫയുടെ ദിവസമാണ്. എന്തുകൊണ്ട്? അറഫയുടെ ദിനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അറഫയുടെ ദിവസത്തിൻ്റെ അന്നത്തെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അറഫയുടെ ദിവസം ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ആ ദിവസമാണ് റമളാനിൻ്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയുള്ളതെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിന് എത്ര ശ്രേഷ്ഠതയാണ് പ്രിയമുള്ളവരെ! അതിനേക്കാളും ശ്രേഷ്ഠത ഈ അറഫയുടെ പകലിനുണ്ടായത് കൊണ്ടാണ് അന്നത്തെ ദിവസം 12,000 ബിസ്മി ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ 12,000 ബിസ്മിയുടെ അമൽ ചെയ്തവരും ചെയ്യാത്തവരും ചെയ്യാനിരിക്കുന്നവരും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചവരെല്ലാവരും ഒരു തവണയും കൂടെ ചെയ്യണം. നല്ലൊരാഗ്രഹത്തിന് വേണ്ടി, ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആവശ്യത്തിന് വേണ്ടി, നിരാശയോട് കഴിയുന്ന ആ വിഷയത്തിന് വേണ്ടിയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയമായിട്ട് ഈ സമയത്തിന് മനസ്സിലാക്കണം. എല്ലാവരും പറ്റുന്നവരൊക്കെ 12,000 ബിസ്മിയുടെ അമൽ അറഫയുടെ പകൽ സമയം കണ്ടെത്തിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തണം. അതിന് കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. ആത്മാർത്ഥമായി ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാണ് 12,000 ബിസ്മിയുടെ അമൽ ചെയ്യേണ്ടത്? നമ്മളിന്ന് ബിസ്മിയുടെ ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം. 12,000 ബിസ്മിയുടെ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ ഈ 12,000 ബിസ്മിയുടെ അമൽ ഈ കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കാറുള്ളത്. ഇത് മുജറബാത്തുകളിൽപ്പെട്ട പല അമലുകളും ഈ കിതാബിലുണ്ട്. ഇതിൽ കാണാം, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലിയാൽ 12,000 മർറാത്ത്, 12,000 തവണ ആരെങ്കിലും ചൊല്ലിയാൽ ഓരോ 1000-ന് ശേഷവും യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലണം. വയസ്അലുല്ലാഹ ഹാജതഹു, സ്വലാത്ത് ചൊല്ലിയ ഉടനെ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിനെ പറയണം. സുമ്മ യഊദു ഇലൽ ഖിറാഅ, പിന്നീട് അവൻ്റെ 12,000 ബിസ്മിയുടെ ബാക്കിയുള്ളത് പൂർത്തീകരിക്കുന്നതിലേക്ക് മടങ്ങി വരണം. അങ്ങനെ 1000 എത്തുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതുവരെ ഇത് ചെയ്യണം? ഇലൻഖിളാഇൽ അദദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട 12,000 എന്ന് പറയുന്ന എണ്ണം പൂർത്തിയാകുന്നത് വരെ, അത് കഴിഞ്ഞ് കടക്കുന്നത് വരെ ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരുന്ന് അതങ്ങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ടവൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. സ്വഹീഹുൻ മുജറബുൻ, ഇത് മുജറബാണ്, ചെയ്തിട്ട് ഫലം ലഭിച്ചു, അനുഭവമുള്ള ഫലം പരീക്ഷിച്ചറിഞ്ഞ അമലും കൂടെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? അറഫയുടെ ദിവസം നിങ്ങൾ വളരെ നല്ല ശുദ്ധിയോടുകൂടെ, ഹൃദയശുദ്ധിയോടുകൂടെ, പറ്റുമെങ്കിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മുടെ നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇരിക്കുക. ഇരുന്ന് നല്ലൊരു സമയം കണ്ടെത്തുക, ഇരുന്ന് നമ്മുടെ ആവശ്യം പറയാം. അല്ലാ, ഞാൻ ഈ അമൽ ചെയ്യുന്നത് എൻ്റെ രോഗം മാറാൻ വേണ്ടിയാണ്. ഞാൻ ഈ അമൽ ചെയ്യുന്നത് 10-15 വർഷമായി എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലൊരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 8 വർഷമായി എൻ്റെ മോളെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ അത് ശരിയായിട്ടില്ല, അതിനും വേണ്ടിയിട്ടാണ്.
ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മിയുടെ അമൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ചെയ്യുക. എനിക്കൊന്ന് ഉംറക്ക് പോകണം, എനിക്കൊന്ന് ഹജ്ജിന് പോകണം, എനിക്കെൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കിനാവിൽ കാണണം. എന്താണോ നിങ്ങളുടെ മനസ്സകങ്ങളിൽ നീയത്തുള്ളത് അത് കരുതിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിലിരിക്കുക. ബിസ്മിക്ക് അത്ര മഹത്വമുണ്ട് പ്രിയമുള്ളവരെ. നേരത്തെ നമ്മൾ വായിച്ചു കേൾപ്പിച്ചല്ലോ, അങ്ങനെ ആത്മാർത്ഥമായി ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ല. ഏത് സ്വലാത്തും ചൊല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള ഏത് സ്വലാത്തും ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അത് ചൊല്ലാവുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലാവുന്നതാണ്. ഏത് സ്വലാത്തും ചൊല്ലാം. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്തുൽ ഇബ്രാഹിമിയയാണെന്ന് പറയാറുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് പറ്റുമെങ്കിൽ അത് ചൊല്ലുക. എന്നിട്ട് വീണ്ടും 1000 പൂർത്തിയായിട്ടുള്ളൂ. 1001, 1002, 1003 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാ ആത്മാർത്ഥമായി ചൊല്ലുക. വീണ്ടും 2000 പൂർത്തിയാകുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. ആവശ്യത്തിന് ഉടനെ തന്നെ അള്ളാഹിനോട് ചോദിക്കാം. വീണ്ടും 3000ത്തിലേക്ക് പ്രവേശിക്കാം. 3000 പൂർത്തിയായി കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലുക. ആവശ്യത്തിന് അള്ളാഹുവിനോട് ചോദിക്കുക. വീണ്ടും 4000ത്തിലേക്ക് പ്രവേശിക്കാം. ഇലൻഖിളാഇൽ അദദിൽ മദ്കൂർ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തിയാകുന്നത് വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ പറഞ്ഞതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിസ്മിയുടെ മഹത്വം എത്ര പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുടങ്ങിയാൽ വിജയിക്കാത്തൊന്നുമില്ല. അതുകൊണ്ട് തുടങ്ങിയാൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിക്കാൻ ബിസ്മിയുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കെതിരെ അക്രമം ചെയ്യുന്ന, നമ്മോട് ശത്രുത പുലർത്തുന്ന ആളുകൾ, അത്തരം ആളുകളുടെ കുതന്ത്രങ്ങളും ചതികളൊക്കെ ഒഴിവാക്കാനുള്ള നല്ലൊരു പ്രയോഗം ബിസ്മി കൊണ്ടുണ്ട്. അതിൻ്റെ ഒരു കളവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി ചെയ്യണമെന്നേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ദുആ ഉണ്ട്. ഇനി അതിൻ്റെ ഒരു സംശയം ചില ആളുകൾക്ക്, അത് ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണോ, അത് മാറി ഓരോ നിസ്കാരത്തിന് ശേഷം കുറച്ച് ചൊല്ലിയാൽ മതിയോ, അതിനിടയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ, ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലണം എന്നില്ല. അങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നവരങ്ങനെ ചൊല്ലുക. അല്ലാത്തവർ പരമാവധി വളരെ സ്പീഡാക്കിയിട്ട് ചൊല്ലുക. ബിസ്മിയെപ്പോലും നെവർ മൈൻഡാക്കുന്ന രൂപത്തിലുള്ള ചൊല്ലലാകരുത്. അതെങ്ങനെ ബിസ്മിയെപ്പോലും നെവർ മൈൻഡാക്കിയിട്ട് 1000 ചൊല്ലി പിന്നെ അതിനെക്കുറിച്ചൊരു ചിന്തയൊന്നുമില്ല, പിന്നെ കുറേ കാലത്തിന് ശേഷം അത് ഞാനൊരു 1000 ചൊല്ലിയിരുന്നല്ലോ, ആ രൂപത്തിലേക്കാവരുത്. നമ്മളതിനെ തൊട്ട് മറക്കാതെ ഇങ്ങനെ അതിങ്ങനെ ഓർമ്മിച്ച് എനിക്ക് ചൊല്ലാനുണ്ടല്ലോ എന്നുള്ള ഓർമ്മ, എനിക്കത് പൂർത്തീകരിക്കാനുണ്ടല്ലോ എന്നുള്ള ഓർമ്മ മനസ്സിലേക്ക് വന്ന് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് 12,000 ബിസ്മിയുടെ അമൽ. എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള അമലാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കിയാൽ റിസൾട്ട് ലഭിക്കുമെന്ന് ഉറപ്പുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബിസ്മിയുടെ വളരെ സവിശേഷമേറിയൊരു ദുആ ഉണ്ട്. ഈ ദുആ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. വളരെ സവിശേഷമേറിയ ദുആ ആണ്. നിങ്ങൾ കേട്ടു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري يا من هو كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم
الله لا إله إلا هو الحي القيوم ذو الهيبة والقدرة بسد الجبروت والعظمة اجعل لي من عبادك الصالحين اجعل لي من عبادك الصالحين المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه വസല്ലം. ഇതാണ് ബിസ്മിയുടെ ദുആ. ഈ ബിസ്മിയുടെ ദുആ ചെയ്യാൻ പറ്റുന്നവർ അതും ആത്മാർത്ഥമായി ചെയ്യാം. ആയിരങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. എത്ര ആളുകളാണെന്നറിയോ? ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ 12,000 ബിസ്മിയുടെ അമലിനെക്കുറിച്ച് പറയാത്ത ഒരാളുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാരണം? 12,000 ബിസ്മിയുടെ അമലുകൊണ്ട് എത്ര ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്? അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഫലം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതുകൊണ്ടൊക്കെ വിജയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് ഈ വരുന്ന അറഫയുടെ ദിവസം മനസ്സറിഞ്ഞ് ചെയ്താൽ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വിവാഹം നടക്കാത്തത്, ജോലി ശരിയാവാത്തത്, മക്കളില്ലാവാത്തത്, വീട് പണി പൂർത്തിയാകാത്തത്, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അതിനൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഒന്നിരിക്കുക. 12,000 ബിസ്മിയുടെ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞ എത്രയോ ആളുകളുണ്ട്. നമ്മളതിൻ്റെ അപ്ഡേഷൻ പലപ്പോഴും അറിയിച്ചതാണ്. കഴിയുന്നവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ലഭിച്ച് സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നവരുണ്ട്. ഒന്നിലധികം തവണ ചെയ്തവരുണ്ട്. ആത്മാർത്ഥമായി ചെയ്താൽ ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.